ഇക്കോ ഹായ് ഹലോ. അപ്പം ഞങ്ങളിന്ന് ചെറിയൊരു ടൂറ് പോയതാണ്. വളരെ ചെറിയൊരു ടൂറായിരുന്നു, വേറെ എങ്ങോട്ടുമല്ല, നമ്മുടെ കണ്ണൂരുള്ള സ്നേക്ക് പാർക്കിലേക്ക് പോയതാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ സ്നേക്ക് പാർക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇഷ്ടമായിരിക്കുമല്ലോ. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ കുറച്ച് ഹവായ് ബീച്ചിൽ പോയാലോ എന്നായിരുന്നു ആലോചിച്ചത്. പക്ഷേ ഞങ്ങൾ ലേറ്റായി, ഇവിടെ എത്തുമ്പോഴത്തേനും ഒരു 12 മണിയൊക്കെ ആയി. അതുകൊണ്ട് ഇവിടെ ആണെങ്കിൽ ടിക്കറ്റ് റേറ്റൊക്കെ വളരെ കുറവാണ്. ഒരു 50 രൂപ അത്രയൊക്കെ ഉള്ളൂ. കുട്ടികൾക്കാണെങ്കിൽ 20 രൂപ അത്രയേ ഉള്ളൂ. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി. ശരിക്കും ഒരു ഹാഫ് ആൻ അവർ അത്രയും മാത്രമേ ഉള്ളൂ ഇവിടെ കാണാനായിട്ട്. പക്ഷേ കാണുന്ന കാര്യങ്ങൾ നമുക്ക് നന്നായിട്ട് നല്ല ഒരു യൂസ്ഫുള്ളായിട്ട് തോന്നുവേ. അപ്പോൾ എല്ലാവരും തന്നെ ഇവിടെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അമ്പലം ഉണ്ട്, അവിടെ പോകുന്നവരാണ് ശരിക്കും ഇവിടെ വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ ഇതുപോലെ ഇങ്ങനെ കുറേ പല രീതിയിലുള്ള ഫിഷ് ഉണ്ട് ഇവിടെ. അപ്പോൾ അതിൻ്റെ പേരൊക്കെ ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. കൊച്ചു കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കാനും എല്ലാം നല്ലതാണ്. അങ്ങനെ നമ്മൾ ഇതൊക്കെ ഓരോന്നോരോന്നായിട്ട് കണ്ട്. അപ്പോൾ ആദിവിക്കുമോൻ ശരിക്കും പറഞ്ഞാൽ ഇതുപോലത്തെ സ്ഥലം ഇതുവരെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് മുന്നേ ഞങ്ങൾ ഇതുപോലെയൊക്കെ വരണം എന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴാണ് ശരിക്കും വരാൻ പറ്റിയത്. അങ്ങനെ ഒത്തിരി ഫിഷുകൾ ഇവിടെയുണ്ട്, അതെല്ലാം കണ്ട് ഞങ്ങൾ. അപ്പം ഞങ്ങൾ കാണുമ്പം അത് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വെച്ചു. അങ്ങനെ അതല്ല ഇതൊരു സെക്ഷനാണ്, ഫിഷിൻ്റെ എല്ലാം ഒരു സെക്ഷൻ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നാച്ചുറൽ ഹൗസിലേക്കാണ് പോയത്. അപ്പോൾ ഇവിടെ അതിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പേടിയായിരുന്നു ഇങ്ങോട്ടേക്ക് കയറാൻ വേണ്ടിയിട്ട്. അവിടെ ഫുള്ള് ഇരുട്ടൊക്കെ ആയിരുന്നു. എങ്കിലും ഞങ്ങൾ പേടിയൊക്കെ മാറ്റി അങ്ങോട്ടേക്ക് കൊണ്ടുപോയി. അപ്പോൾ അവിടെ ഇങ്ങനെ എല്ലാം ലൈറ്റിൻ്റെ അടിയിൽ ഇങ്ങനെ ജീവികളൊക്കെ, പാമ്പും മരപ്പട്ടിയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ വെച്ചിരിക്കുമായിരുന്നു. ശരിക്കും ജീവനുണ്ട്, ഇതിനെല്ലാം ജീവനുണ്ട്. അപ്പം നമുക്കത് കാണാൻ വേണ്ടിയിട്ട് പറ്റുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ മയിലുകളെല്ലാം ഉണ്ടായിരുന്നു കാണാൻ. പക്ഷേ എല്ലാത്തിൻ്റെയും മയിലിൻ്റെ എല്ലാം കണ്ടില്ലേ, ഇങ്ങനെ പുറമേ ഉള്ള ചിറകെല്ലാം ഇങ്ങനെ പോയി കിടക്കുന്നുണ്ടായിരുന്നു. എല്ലാത്തിനും ക്ഷീണം, വെയിലൊക്കെ കൊണ്ടാന്ന് തോന്നുന്നു, ഭയങ്കര ക്ഷീണമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ നമുക്ക് നല്ല വിശപ്പായേ. അപ്പം നല്ലൊരു ഹോട്ടൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ ഇലസദ്യ എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് അവിടെ പോകണ്ടെന്ന് നമ്മൾ വിചാരിച്ചു. നമ്മൾ അതിന് ശേഷം ബാംബു റെസ്റ്റോറൻറ്റിലായിരുന്നു പോയത്. അതിന് ശേഷം ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പയ്യാമ്പലം ബീച്ചിലേക്ക് പോയി. അവിടെ നിന്ന് തന്നെ തിമിർത്ത് കളിച്ചേ മക്കൾ, കടലിലൊക്കെ ഒത്തിരി കളിച്ചിട്ടാണ് വീട്ടിലേക്ക് പോയത്. നമ്മൾ ഈ ചെറിയ ടൂർ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ടാറ്റാ, ബൈ ബൈ.